പറവൂരിൽ അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ വാശിയേറിയ പ്രചരണം നമ്മൾ കാണുകയാണ്. മത്സല പ്രസന്നകുമാർ NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനം തലങ്ങും വിലങ്ങും പോകുന്നു നമ്മൾ കണ്ടു. ഒപ്പം തന്നെ VD സതീശന്റെ പ്രചരണ വാഹനം കണ്ടു. ഒപ്പം ET ടൈസൺ മാസ്റ്ററുടെ പ്രചരണ വാഹനങ്ങളും പോകുന്നു. അങ്ങനെ ഇഞ്ചോടിഞ്ച് പ്രചരണത്തിൽ ആണ് പറവൂരിലെ സാഹചര്യങ്ങൾ. അത്രമാത്രം ആത്മവിശ്വാസം എല്ലാവരും വെച്ചു പുലർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നമ്മൾ ഇപ്പോൾ മഞ്ചേശ്വരത്ത് നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. K. സുരേന്ദ്രന്റെ വോട്ട് അഭ്യർത്ഥിച്ച് അണ്ണാദുരൈ ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ ആവേശം, കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ അവിടെ തകൃതിയായിരിക്കുന്നു. വാദ്യമേളങ്ങളോട് കൂടിയാണ് ആ പ്രചരണ വാഹനം കൊട്ടിക്കലാശ വേദിയിലേക്ക് എത്തുക. വലിയ രീതിയിലുള്ള ആവേശം മഞ്ചേശ്വരത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. BJP കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും വലിയ പ്രതീക്ഷയും കുറഞ്ഞ വോട്ടുകൾക്ക് മാത്രം നഷ്ടപ്പെട്ട മണ്ഡലം എന്ന പ്രത്യേകതയുള്ള മഞ്ചേശ്വരത്ത് ഇത്തവണയും K. സുരേന്ദ്രൻ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. അവിടെ ഇപ്പോൾ പ്രചരണ വാഹനത്തിൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള അണ്ണാദുരൈ ഉൾപ്പെടെയുള്ള നേതാക്കളെ കാണാം. അവർ BJP പ്രവർത്തകരുടെ വലിയ പിന്തുണ BJP പ്രവർത്തകരുടേതും ലഭിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് BJP പ്രവർത്തകർ അവിടെ ഉള്ളത്. പ്രചരണ വാഹനം മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്നത് മഞ്ചേശ്വരത്ത് നിന്നുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ പാലയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ മഞ്ചേശ്വരത്ത് നിന്നുള്ള കാഴ്ചകളായിരുന്നു. അണ്ണാമലൈ ഉൾപ്പെടെയുള്ളവർ BJPയുടെ ക്യാമ്പിന് ആവേശം പകർന്നുകൊണ്ട് നീങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ മഞ്ചേശ്വരത്ത് കണ്ടതെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് പാലയിൽ നിന്നുള്ള കാഴ്ചകളാണ്. പാലയിലും പ്രചരണം അവസാന നിമിഷം കൊട്ടിക്കയറുകയാണ്. നമുക്കൊപ്പം പ്രതിനിധികൾ കൂടി ചേരുന്നു. CV അനുമോദ് മലപ്പുറത്തു നിന്ന് ചേരുന്നുണ്ട്. അനുമോദ്, മലപ്പുറത്ത് എങ്ങനെയാണ് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുമ്പോൾ ആവേശം? കൊട്ടിക്കലാശം എവിടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ക്രമസമാധാന നില ഉറപ്പുവരുത്തുന്നതിന് വലിയ പോലീസ് സന്നാഹമൊക്കെ സംസ്ഥാനത്തുടനീളം ഉറപ്പുവരുത്തിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഓരോ സ്ഥാനാർത്ഥികൾ പ്രത്യേകം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച സാഹചര്യങ്ങളൊക്കെ നിലവിലുണ്ട്. മലപ്പുറത്തെ സാഹചര്യം എന്താണ്? മണ്ഡലങ്ങളിൽ പ്രചരണം അതിന്റെ അവസാന മണിക്കൂറിലെത്തുമ്പോൾ ആവേശം കൊണ്ടുവരുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ പലയിടത്തും സംഘർഷ സാധ്യതകൾ മുൻനിർത്തി കൊട്ടിക്കലാശം ഒഴിവാക്കിയിട്ടുള്ള വേങ്ങരയിലും തിരൂരിലുമൊക്കെ ഇരു മുന്നണികളും കടുത്ത പ്രചരണത്തിലായിരുന്നു. വലിയ ആവേശം മുൻകുന്ന പ്രചാരണത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ റോഡ് ഷോയിലും തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ വലിയ സംഘർഷ സാധ്യതകളുള്ളതുകൊണ്ട് ഇന്ന് റോഡ് ഷോകൾ അതേപോലെ കൊട്ടിക്കലാശമൊന്നും തിരൂരിലും വേങ്ങരയിലുമില്ല. മറ്റു മണ്ഡലങ്ങളിലൊക്കെ തന്നെ 70ഓളം കേന്ദ്രങ്ങളിൽ പോലീസ് നിശ്ചയിച്ച സ്ഥലങ്ങളിൽ കൊട്ടിക്കലാശത്തിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. നമ്മളുള്ളത് ഇപ്പോൾ മലപ്പുറത്താണ്. നമുക്കറിയാം, മലപ്പുറം കുന്നുമ്മലിൽ വലിയ ആവേശത്തോടെയാണ് കൊട്ടിക്കലാശം എല്ലാ വർഷവും നടക്കാറുള്ളത്. PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രചരണമൊക്കെ വലിയ ആംബിയൻസിലായിരുന്നു. അതിന്റെ ഒരു പരിസമാപ്തിയിലെത്തുമ്പോൾ എന്തൊക്കെയാണ് കൊട്ടിക്കലാശത്തിന് ഉണ്ടാകുക? കൊട്ടിക്കലാശ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇപ്രാവശ്യം കുഞ്ഞാടി സാഹിബ് ആയതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലാണ് പ്രവർത്തകരൊക്കെ ഉള്ളത്. ഏതായാലും ഒരു അരമണിക്കൂറിനകത്ത് എല്ലാവരും എത്തിച്ചേരും. മൊത്തം മലപ്പുറം എല്ലാ പ്രാവശ്യം കാണുന്നതിനേക്കാൾ വലിയ ഒരു കൊട്ടിക്കലാശം ഭയങ്കര ആവേശമായിരുന്നു. അതേ ആവേശം കൊട്ടിക്കലാശം തീർച്ചയായിട്ടും അറിയാലോ, എല്ലാ കാലത്തുള്ളതാണ് മലപ്പുറത്ത്. പക്ഷേ എങ്കിലും ഇപ്രാവശ്യം പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആയതുകൊണ്ട് തന്നെ വലിയ ഒരു ആവേശം മലപ്പുറത്തുണ്ട്. പറഞ്ഞിരുന്നത് സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷം കൊടുക്കാനാണ് മത്സരിക്കുന്നത്. അല്ല, ഞങ്ങൾക്കൊരു സംശയമില്ല. മലപ്പുറത്ത് ഇപ്രാവശ്യം കേരള സംസ്ഥാനത്ത് ഏറ്റവും 1-ാം നമ്പർ ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടി സാഹിബിനായിരിക്കുന്ന കാര്യം ഞങ്ങൾക്കൊരു സംശയമില്ല. കാരണം ജനങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് ഞങ്ങളെ എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല, അത് അങ്ങനെയാണ്. അതുകൊണ്ട് മലപ്പുറത്ത് വലിയ ആവേശമായിരിക്കും തീർച്ചയായിട്ടും. നിങ്ങൾ കാത്തിരുന്ന് കാണാം. ഏതായാലും ഒരു മണിക്കൂർ കൊണ്ട് മലപ്പുറത്ത് വമ്പിച്ച കൊട്ടിക്കലാശം നടക്കും. കാണാൻ പോണ പൂരം ചോദിക്കാൻ അറിയേണ്ടതാണ് ഇതിന്റെ സംഘാടകരൊക്കെ പറയുന്നത്. വലിയ ആവേശത്തിലേക്കാണ് മലപ്പുറം ഒരു മണിക്കൂറിൽ കടന്നു പോവുക. നമുക്കറിയാം, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കൊട്ടിക്കലാശം നടക്കാൻ പോകുന്ന കുന്നുമ്മലിലാണ്. അതായത് മലപ്പുറം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ്. ഇവിടെ 3 പാർട്ടികൾക്കും, അതായത് LDF-നും UDF-നും NDA-ക്കും 3 ഭാഗങ്ങളിലായിട്ടാണ് കൊട്ടിക്കലാശത്തിന് അനുവദിച്ചിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ പെരിന്തൽമണ്ണ റോഡിൽ. ഇവിടെയാണ്
UDF-ന്റെ കൊട്ടിക്കലാശം നടത്തുക. ഇതിന്റെ മറുവശത്ത് കളക്ടറേറ്റ് റോഡിലേക്കാണ് CPM-ന്റെ കൊട്ടിക്കലാശം ഉണ്ടാവുക. അതിനപ്പുറം മഞ്ചേരി റോഡിൽ BJP-യുടെ. അങ്ങനെ 3 ഭാഗങ്ങളിലായിട്ടാണ് ഈ ഒരു കൊട്ടിക്കലാശത്തിന്റെ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ പോലീസ് അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പ്രവർത്തകരുടെ വാഹനങ്ങളൊക്കെ പൊടി വെച്ച് ആവേശത്തോടെ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. 1 മണിക്കൂറുകളിൽ ഇവിടെ പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം കൊണ്ടുവരും. സ്വാഭാവികമായിട്ടും പിന്നീട് 6 മണി വരെ ഇവിടെ ഈ പ്രചാരണത്തിന്റെ എല്ലാ ആവേശവും നെഞ്ചേറ്റിയുള്ള അവസാനവട്ട പ്രചരണമാകും കൊട്ടിക്കലാശമായിരിക്കും ഉണ്ടാവുക. എന്നാണെങ്കിലും നമ്മൾ കുറച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഈ ഒരു കൊട്ടിക്കലാശത്തിലെത്തിയ പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കും. ബാൻഡ് വാദ്യങ്ങളും ഡോലറ്റും ഒക്കെ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ തവണയും മലപ്പുറത്തെ കൊട്ടിക്കലാശം കാണുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ആവേശം മലപ്പുറത്തെ കൊട്ടിക്കലാശത്തിൻ്റെ മേഖലകളിലാണ് ഉണ്ടാകും. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അതുണ്ടാകും. മലപ്പുറത്തെ സംബന്ധിച്ചിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലം കൂടിയായി ആകാൻ മലപ്പുറം ഒരുങ്ങുന്നതോടെ പ്രചരണത്തിനൊത്ത ആവേശം ഇവിടെ കൊട്ടിക്കലാശത്തിനും നൽകാനാണ് പ്രവർത്തകരുടെയൊക്കെ ശ്രമം. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ കഴിയും. ഇവിടെ ഡോലക്കും ബാൻഡും ഒക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരും മണിക്കൂറുകളിൽ ഇവിടെ എല്ലാം ഒരുങ്ങുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ ഇതൊക്കെ തന്നെ ആവേശത്തിൻ്റെ കൊടുമുടിയേറുന്ന കാഴ്ചകളായിരിക്കും ഉണ്ടാവുക. ബാൻഡും ഡോലക്കുമൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ മലപ്പുറത്തെ കൊട്ടിക്കലാശം ആരംഭിക്കും. പിന്നെ ആവേശമാണ്. 6 മണി വരെ ആവേശ കൊടുമുടിയിലേറാൻ മലപ്പുറം തയ്യാറെടുക്കുകയാണ്. എന്നാണെങ്കിലും നമുക്കറിയാം ഈ ഒരു തെരഞ്ഞെടുപ്പ് മലപ്പുറത്തെ സംബന്ധിച്ച് UDF-ന് വലിയ പ്രതീക്ഷയുള്ള സമയമാണ്. വലിയ പ്രതീക്ഷകൾ 16 മണ്ഡലങ്ങളിൽ 16 മണ്ഡലവും തൂത്തുവാരുമെന്ന തരത്തിലൊക്കെ തന്നെയാണ് UDF-ന്റെ പ്രതീക്ഷകളുള്ളത്. അപ്പോൾ അതിന് തക്ക ഒരു ആവേശം തന്നെയാണ് UDF ക്യാമ്പിലുള്ളത്. പലയിടത്തും എന്താണ് പക്ഷേ ഇങ്ങനെ കൊട്ടിക്കലാശത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ മലപ്പുറത്തും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു കോട്ടയാണ് മലപ്പുറം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആവേശകരമായ സംസ്ഥാനത്ത് മൊത്തം ആവേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൊട്ടിക്കലാശത്തിന് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവം എന്നാണ് നമ്മൾ ബാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പടക്കങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ പരിപാടികളും. മലപ്പുറം എന്ന് പറഞ്ഞാൽ എന്താ മലപ്പുറത്തിന്റെയും UDF-ന്റെ ഒരു കോട്ടയാണ്. ജയാഘോഷമാണോ കൊട്ടിക്കലാശമാണോ? ഇത് ഞങ്ങൾ ജയാഘോഷത്തിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ്. ഒരു സാമ്പിൾ വെടിക്കെട്ടിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ഇത് ഒരു കേരളത്തിൽ ഏകദേശം നല്ലൊരു ഭൂരിപക്ഷത്തോടുകൂടി UDF ഭരണത്തിൽ വരുമെന്ന് ചെയ്യും. തീർച്ചയായും അതാണ് ഓരോ പ്രവർത്തകരും അത്രമാത്രം ആവേശത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്കിവിടെ ഡോലൊക്കെ അത് ചൂടാക്കുകയാണ്. ഈ വെട്ടുന്നതിന് മുമ്പ് ഇത് ചൂടാക്കല്ലേ? മൊത്തം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ചൂടാക്കുന്നത്? തോല് വലിയാൻ വേണ്ടിയിട്ട് അല്ലേ? എന്നാണെങ്കിലും വലിയ ആവേശത്തിലേക്ക് നടന്നു കയറുകയാണ് മലപ്പുറം രേണുക. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഈ ആവേശത്തിന്റെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർണ്ണമാണ്. ലീഗിന്റെ ശക്തി കേന്ദ്രമാണ്. ഇത്തവണ 16-ൽ 16 പിടിക്കാം എന്ന ആത്മവിശ്വാസത്തിലാണ് UDF. അതേസമയം 2 എണ്ണം പൊന്നാനിയും തവനൂരും പിടിച്ച് അവിടെ 2 മണ്ഡലം എങ്കിലും പിടിക്കാനാകുമെന്ന വലിയ ആത്മവിശ്വാസം LDF-ഉം പുലർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.